സിനിമ എന്ന അഭിനിവേശത്തിന് വേണ്ടി ഒന്നിച്ച കുറച്ച് ചെറുപ്പക്കാർ പഠനത്തിന്റെ വേളകളിൽ ഇടവേളകൾ കണ്ടെത്തിയിരുന്നത് ഒന്നിനു വേണ്ടി മാത്രം: സിനിമയെ ചർച്ച ചെയ്യാനും സിനിമയെ കാണാനും മാത്രമായി അവർ സമയങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒടുവിൽ തങ്ങളുടെ ആഗ്രഹം പോലെ ഒരു സിനിമ നിർമ്മിക്കാനും അവർ തയ്യാറെടുത്തു. അവർ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ അത് തിയേറ്ററുകളിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. പല സാമ്പത്തിക തടസ്സങ്ങളും അവർക്ക് അതിനെ ഭീഷണിയായി വന്നു. എന്നാൽ അവരിൽ ഒരുവൻ അതിനൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ആ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. വില്ലനായി തുടങ്ങി സ്വഭാവ റോളുകളിലൂടെ നായകനായി മാറി പിന്നീട് അതേ ഇൻഡസ്ട്രിയുടെ താരരാജാവായി മാറിയ ആ നടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായി കാണും. പത്തനംതിട്ടയിലാണ് ശ്രീ ഭരത് മോഹൻലാൽ ജനിച്ചത്. പഠനമെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. പഠനകാലത്തെ അദ്ദേഹം കേരള റെസ്ലിംഗ് ചാമ്പ്യനൊക്കെയായിരുന്നു. ഇന്ന് സിനിമയില് മോഹൻലാലിന്റെ ഫൈറ്റ് സീനുകളിലുള്ള മെയ്വഴക്കം കണ്ട് നമ്മൾ പലരും അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. പിന്നീട് പുള്ളിക്ക് പഠനകാലത്ത് സിനിമയോട് അതിയായ അഭിനിവേശമുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിപ്പോഴും അദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്നെയാണ്. പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, സുരേഷ് കുമാർ തുടങ്ങിയവരെല്ലാം അതിൽ ചിലർ മാത്രം. ഈ കൂട്ടുകാർക്ക് ഒന്നിക്കുന്നതിന് ഇവരെ ഒന്നിപ്പിച്ച ഒരേ ഒരു ഘടകം സിനിമയായിരുന്നു. വീക്കെൻഡുകളിൽ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാനും സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാനും മാത്രമായിരുന്നു അവർ സമയങ്ങൾ കണ്ടെത്തിയിരുന്നത്. ആ ആഗ്രഹം ഒരു സിനിമ നിർമ്മിക്കുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ അവർ നിർമ്മിച്ച ചിത്രമാണ് തിരനോട്ടം. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് നിർഭാഗ്യവശാലും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ബുദ്ധിമാന്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ വേഷമാണ് ശ്രീ ഭരത് മോഹൻലാൽ ചെയ്തത്. പിന്നീട് 1980 ശ്രീ ഫാസിൽ സംവിധാനം ചെയ്ത് ശങ്കർ, പൂർണിമ എന്നിവർ നായകന്മാരായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്താണ് ശ്രീ മോഹൻലാൽ സിനിമാ രംഗത്തേക്ക് എത്തിയത്. ചിത്രം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതിലെ നായികയെക്കാളും നായകനേക്കാളും എല്ലാവരും ഓർക്കുന്നത് അതിലെ വില്ലനാണ്, നരേന്ദ്രൻ എന്ന കോൾഡ് ബ്ലഡഡ് വില്ലനെ. അത് മോഹൻലാൽ വളരെ മനോഹരമാക്കി. ആദ്യമായി അഭിനയിക്കുന്ന ഒരു നടനാണ് എന്നുള്ള ഒരു തോന്നൽ പോലും അന്ന് മോഹൻലാൽ കൊടുത്തില്ല എന്നതാണ് സത്യം. കാണുന്ന ഓരോ പ്രേക്ഷകന്റെ ഉള്ളിലും നരേന്ദ്രൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിൽ നരേന്ദ്രൻ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അതിനുശേഷം നിരവധി വില്ലൻ വേഷങ്ങൾ അന്നത്തെ പ്രമുഖ നായകന്മാരായ നസീർ, സുകുമാരൻ, മമ്മൂട്ടി, ശങ്കർ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട്. പിന്നീട് കരിയറിൽ ആദ്യമായി ഒരു പോസിറ്റീവ് റോൾ ചെയ്യുന്നത് ശ്രീ നസീർ നായകനായ ആട്ടക്കലാശം എന്ന ചിത്രത്തിലാണ്. ഇതിലെ വേഷം അദ്ദേഹത്തിന് ഒരുപാട് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ പ്രിയം നേടിക്കൊടുക്കുന്നുണ്ട്. കാരണം അതുവരെ കണ്ടിരുന്ന ഒരു വില്ലൻ മോഹൻലാലിൽ നിന്നും ഒരു പോസിറ്റീവ് സൈഡുള്ള മോഹൻലാലിനെ പ്രേക്ഷകന് ശരിക്കും ഇഷ്ടമായി. അതിനുശേഷം പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, പത്താം ഉദയം, അതിരാത്രം പോലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. ഇതിൽ സഹനടന്റെ വേഷവും നായകന്റെ വേഷവും അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്റെ സുഹൃത്തായ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചില കോമഡി ചിത്രങ്ങളിലും അദ്ദേഹം നായകനായി വരികയുണ്ടായി. 1986 എന്ന വർഷം മോഹൻലാൽ എന്ന നടന്റെ സിനിമാ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ശ്രീ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ റിലീസായത് 1986 രാജാവിന്റെ മകൻ മോഹൻലാലിനെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി. ഇതിലെ വിൻസെന്റ് ഗോമസ് എന്ന അതുലാക നായകന്റെ വേഷം ജനങ്ങളെ ഏറ്റെടുത്തു. ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആപത്തിൽ സഹായിക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് തുക എത്രയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറഞ്ഞു പോയെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഇതോടെ വില്ലൻ കഥാപാത്രങ്ങളിലും സപ്പോർട്ടിംഗ് റോളുകളിലും നിന്നിരുന്ന മോഹൻലാൽ നായകൻ, സൂപ്പർ സ്റ്റാർ എന്ന പദവികളിലേക്ക് ഉയർന്നു. പിന്നീട് നാടുവഴികൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ദൗത്യം, മൂന്നാം മുറ തുടങ്ങിയ ആക്ഷൻ ചിത്രങ്ങളോടൊപ്പം തന്നെ വളരെ അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലും കോമഡി റോളുകളിലും നമ്മൾ ലാലേട്ടനെ കാണുകയുണ്ടായി. അതായത് ഒരു സിനിമയുടെ എല്ലാ മേഖലയിലും അദ്ദേഹം കൈകടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈകടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ഒരേ സമയം ഇമോഷൻ റോളും കോമഡി റോളും ആക്ഷൻ റോളും ഒരു സാധാരണക്കാരന്റെ റോളും അനായാസേന മോഹൻലാൽ ചെയ്തിരുന്നു. ഇത് ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം ഒരു ഹീറോ ഇമേജ് ഉള്ള ഒരു നായകൻ തൊട്ടടുത്തൊരു പടത്തിൽ
തല്ലുകൊള്ളുന്ന ഒരു നായകനായിട്ട് അഭിനയിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ മോഹൻലാൽ അത് ചെയ്യുമ്പോൾ നമ്മളതെല്ലാം ഉൾക്കൊണ്ടിരുന്നു. മോഹൻലാൽ നിസ്സഹായനായാൽ പ്രേക്ഷകനും നിസ്സഹായനാവും. മോഹൻലാൽ സൂപ്പർ ഹീറോ ആയ പ്രേക്ഷകനും സൂപ്പർ ഹീറോ ആയി മാറും. ആ ഇമ്പാക്ട്, ആ ലാൽ മാജിക് മോഹൻലാൽ അന്നേ കൊണ്ടുവന്നിരുന്നു. 6 സ്റ്റേറ്റ് അവാർഡുകൾ, 3 നാഷണൽ അവാർഡ്, 1 പിടി ഫിലിം ഫെയർ അവാർഡുകൾ, ഇതാണ് അദ്ദേഹത്തിന്റെ അവാർഡ് നേട്ടങ്ങൾ. എന്നാൽ ഈ അവാർഡുകൾക്കെല്ലാം ഉപരി പ്രേക്ഷകന്റെ മനസ്സിൽ മോഹൻലാൽ നേടിയ ചിരപ്രതിഷ്ഠ, അതിനെ വെല്ലാൻ മറ്റൊന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏത് മേഖലയിലെയും മികച്ച അഭിനയ പ്രകടനങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അത് സെന്റിമെന്റ്സ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും മറ്റേതൊരു നടനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യും. ഇടക്കാലത്ത് മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങിയ പല സിനിമകളും മോശം പ്രതികരണങ്ങളുമായാണ് തിയേറ്റർ വിട്ടത്. മോഹൻലാലിന്റെ ഹേറ്റേഴ്സ് മോഹൻലാലിന് ഒരു തിരിച്ചുവരവില്ല എന്ന് പലപ്പോഴും പറയുകയുണ്ടായി. എന്നാൽ ഒരൊറ്റ മോഹൻലാൽ ചിത്രത്തിന്റെ പോസിറ്റീവ് മതി ഈ പറയുന്നതെല്ലാം മാറാനും പല ബോക്സ് ഓഫീസുകൾ പൊട്ടിക്കാനും എന്ന് സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ശരിയാണെന്ന് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ 2019 ഇറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ തിയേറ്ററുകൾ വിട്ടത് 265 കോടി രൂപ നേടി മലയാളത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായിട്ടാണ്. അതിനുശേഷം 1 മാസം തികയുന്നതിന് മുമ്പ് ലോ ബഡ്ജറ്റിൽ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന തുടരവും 100 കോടി നേടി ജൈത്രയാത്ര തുടരുകയാണ്. ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ 100 കോടി നേടുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ ആക്ടർ, 100 കോടി നേടുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്നുള്ള നേട്ടവും മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു നടനോ മറ്റൊരു സിനിമയ്ക്കോ മലയാളത്തിൽ നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററിൽ വന്നാൽ, പ്രത്യേകിച്ച് പോസിറ്റീവ് വന്നാൽ നേടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നെഗറ്റീവ് റിപ്പോർട്ട് വന്ന ഒടിയൻ പോലും ഒരു ഹർത്താൽ ദിനത്തിൽ വന്ന് ഫസ്റ്റ് ഡേ നേടിയ കളക്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രം: നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞാലും രാജാവിന്റെ കിരീടം രാജാവിന്റെ തലയിൽ തന്നെ ഉണ്ടാവും. വൺസ് എ കിങ് ഈസ് ഓൾവേസ് എ കിങ്.